ഷീലാദേവി ഉറങ്ങി എഴുന്നേറ്റപ്പോൾ ജോത്സ്യൻ വന്നിരിക്കുകയായിരുന്നു. കൊച്ചമ്മേ, ജോത്സ്യൻ വന്നിട്ടുണ്ട്. ആ, അയാൾക്ക് എന്തെങ്കിലും കുടിക്കാൻ കൊടുക്ക്, ഞാനിപ്പോ വരാം. ഒരുപാട് നാളായി ഷീല തന്റെ മകനു വേണ്ടി കല്യാണം ആലോചിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷേ നാളിതുവരെ അവർക്ക് മനസ്സിനിണങ്ങിയ ഒരാളെ കണ്ടെത്താൻ സാധിച്ചില്ല. അത് ഈ കഥയിലൂടെ നിങ്ങൾക്ക് മനസ്സിലാകും. ആ, നമസ്കാരം പണിക്കരെ. ആഹാ, നമസ്കാരം ഷീലേ. നല്ല സുന്ദരിയും മിടുക്കിയുമായിട്ടുള്ള പെൺകുട്ടിയുടെ ആലോചനയായിട്ട് വന്നതാ. പണിക്കരെ, ഫോട്ടോ ഞാൻ പിന്നെ കാണാം. ആദ്യം ഇത് പറയൂ, ഞങ്ങൾ പറഞ്ഞ 36 പൊരുത്തമുള്ള പെൺകുട്ടിയാണല്ലോ ഇത്? 36-ല് 34 പൊരുത്തമുണ്ട്. രണ്ടിന്റെ കുറവല്ലേ ഉള്ളൂ. എന്തൊക്കെയായാലും നല്ല ഗുണമുള്ള പൊരുത്തമാ. 2 പൊരുത്തം കുറവോ? അതാണ് വലിയ പ്രശ്നം. പണിക്കരെ, എനിക്കെന്റെ മോന് 36-ൽ 36 പൊരുത്തമുള്ള പെൺകുട്ടി തന്നെ വേണം. അങ്ങനെയുള്ള പെൺകുട്ടി നിങ്ങളുടെ കൈവശം ഉണ്ടെങ്കിൽ മാത്രം പറഞ്ഞാ മതി. അല്ലാത്തൊരു കാര്യത്തിനും എനിക്ക് താല്പര്യമില്ല. അങ്ങനെ ആകട്ടെ ഷീലേ, ഞാൻ ഇറങ്ങട്ടെ, പിന്നെ വരാം. ഭാഗ്യം ഇത്രയും പൊരുത്തമുള്ള കുട്ടിയെ കിട്ടിയത്. നമ്മുടെ വിക്രമിനെ ഇതുപോലൊരു കുട്ടിയെ കിട്ടിയില്ലെങ്കിൽ അവന്റെ വിവാഹം ഇനിയും നീണ്ടുപോയില്ലേ? നമുക്ക് നല്ലൊരു മരുമകള് വരണമെന്ന് നിനക്ക് ആഗ്രഹമില്ലേ? നമുക്ക് നമ്മുടെ കൊച്ചുമക്കൾക്കൊപ്പം കളിക്കണ്ടേ? സുന്ദർലാൽ നീരസത്തോടെ തന്റെ മുറിയിലേക്ക് പോയി. അദ്ദേഹത്തിന്റെ വാക്കുകൾ കേട്ടപ്പോൾ ഷീലാദേവിക്കും പരിഭ്രമമുണ്ടായി. അതുകൊണ്ടുതന്നെ അവർ ഒരു നിമിഷം ആലോചിച്ചുവെങ്കിലും പിന്നീട് തന്റെ മകന് 36 പൊരുത്തങ്ങളുള്ള പെൺകുട്ടി തന്നെ മതിയെന്ന് അവർ ഉറച്ചു തീരുമാനിച്ചു. ഷീലാദേവി വലിയ ശ്രീകൃഷ്ണ ഭക്തയായിരുന്നു. തന്റെ ഈ പ്രാർത്ഥന ശ്രീകൃഷ്ണ ഭഗവാൻ കേൾക്കുന്നതുവരെയും ഇനി മുതൽ അന്നമോ ജലമോ സ്വീകരിക്കില്ലെന്ന് അവർ പ്രതിജ്ഞയെടുത്തു. വീട്ടിലുള്ള എല്ലാവരും അവരെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചുവെങ്കിലും അവർ അതിന് വഴങ്ങിയില്ല. എന്റെ വിവാഹക്കാരി ഓർത്ത് അമ്മ വെറുതെ ആരോഗ്യം കളയുന്ന എന്തിനാ? ഈ പൊരുത്തത്തിന്റെ പുറകെ എന്തിനാ ഇങ്ങനെ പോകുന്നത്? അതും പട്ടിണി കിടന്നിട്ട്. അമ്മ കഴിക്ക്. എന്റെ കൃഷ്ണഭഗവാൻ എന്റെ വിളി കേൾക്കുന്നില്ലെങ്കിൽ ഞാൻ അന്നത്തിന്റെ ഒരു തരി പോലും കഴിക്കില്ല. അതുവരെ ഒരു തുള്ളി വെള്ളം പോലും കുടിക്കില്ല. അങ്ങനെ സമയം രാത്രിയായി. ഷീലാദേവി ക്ഷേത്രസന്നിധിയിലായിരുന്നു. വിളക്ക് കത്തുന്നുണ്ടായിരുന്നു. കണ്ണുകളിൽ ക്ഷീണമുണ്ടായിരുന്നെങ്കിലും വിശ്വാസം ഉറച്ചതായിരുന്നു. സാവധാനം അവർ ഉറക്കത്തിലേക്ക് വഴുതി വീണപ്പോൾ സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടു. ഷീലാദേവി ഞെട്ടിയുണർന്നു. ഷീല, എഴുന്നേൽക്കൂ. ആരാ വിളിക്കുന്നത്? ഞാനാണ് നിന്റെ ശ്രീകൃഷ്ണൻ. എന്റെ കൃഷ്ണ, ഒടുവിൽ അങ്ങെനിക്ക് ദർശനം തന്നല്ലോ. അങ്ങ് ഈ ഉള്ളവളുടെ പ്രാർത്ഥന കേൾക്കുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. പറയൂ ഷീല, നിനക്കെന്ത് വരമാ വേണ്ടത്? പ്രഭു, എനിക്ക് ഒരു വരം മാത്രമേ ആവശ്യമുള്ളൂ. എന്റെ മോൻ വിക്രമന് ഒരു നല്ല പെൺകുട്ടിയെ തന്നെ ഭാര്യയായി ലഭിക്കണം. അവർ തമ്മിൽ 36 പൊരുത്തവും ഉണ്ടായിരിക്കണം. ഷീല, എനിക്ക് നിന്റെ ആഗ്രഹം സാധിച്ചു തരാൻ കഴിയില്ല. കാരണം നിന്റെ മകന്റെ ജാതകത്തിൽ അങ്ങനെയൊരു യോഗമില്ല. അതുകൊണ്ട് 36 ഗുണങ്ങളുള്ള പെൺകുട്ടിയുമായുള്ള വിവാഹം നടക്കില്ല. പ്രഭോ, അങ്ങ് ഞാൻ ആവശ്യപ്പെടുന്ന വരം തരാമെന്നല്ലേ നേരത്തെ പറഞ്ഞത്? എന്നിട്ടിപ്പോ പറ്റില്ലെന്നാണോ പറയുന്നത്? ഇതുചിതമായ കാര്യമല്ലല്ലോ പ്രഭോ. അങ്ങെപ്പോഴും സ്വന്തം ഭക്തന്മാരുടെ ആഗ്രഹങ്ങൾ നടത്തിക്കൊടുക്കുന്ന വ്യക്തിയല്ലേ? ഷീലാദേവി പിന്മാറുന്ന വ്യക്തിയല്ലെന്ന് ശ്രീകൃഷ്ണൻ അറിയാമായിരുന്നു. ഭക്തരെ നേർമാർഗത്തിലേക്ക് നയിക്കാൻ ഈശ്വരന് പലപ്പോഴും ലീലകൾ പ്രയോഗിക്കേണ്ടി വരാറുണ്ട്. ഇവിടെയും ശ്രീകൃഷ്ണൻ അങ്ങനെയൊരു ലീല പ്രയോഗിച്ചു. ഷീല, ഒരു ഉപായമുണ്ട്. അതുകൊണ്ട് നിന്റെ മകന്റെ ഗുണങ്ങളോട് ചേരുന്ന 36 ഗുണങ്ങളുള്ള പെൺകുട്ടിയെ കിട്ടും. എന്താണ് വഴി പ്രഭു? പെട്ടെന്ന് ശ്രീകൃഷ്ണന്റെ കയ്യിൽ 36 തരത്തിലുള്ള പൂക്കൾ പ്രത്യക്ഷപ്പെട്ടു. ഓരോ പൂക്കൾക്കും ഓരോ തരത്തിലുള്ള സുഗന്ധമായിരുന്നു. ഓരോ പൂക്കളും അവരുടെ ഗുണം ഉള്ളിൽ ഒളിപ്പിച്ചു വെച്ചതുപോലെയായിരുന്നു. ഷീല, നാളെ രാവിലെ പ്രഭാതത്തിൽ ഈ 36 പൂക്കളും എന്റെ ചരണങ്ങളിൽ അർപ്പിക്കുക. ഓരോ പൂ അർപ്പിക്കുമ്പോഴും നിന്റെ മകന്റെയും വരാൻ പോകുന്ന മരുമകളുടെയും ക്ഷേമത്തിനു വേണ്ടി പ്രാർത്ഥിക്കുക. ഇഷ്ടത്തിനനുസരിച്ചുള്ള വധുവിനെ കിട്ടും. പക്ഷേ സൂക്ഷിക്കുക, ഒരു പൂ പോലും താഴെ വീഴരുത്. ഇനി വീണെന്നാൽ നീ ആഗ്രഹിക്കുന്ന വരം വേറൊരു രൂപത്തിലായിരിക്കും ചിലപ്പോൾ ഫലിക്കുന്നത്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഭഗവാൻ അപ്രത്യക്ഷനായി. ഷീല സന്തുഷ്ടയായി. അടുത്ത ദിവസം തന്നെ അവർ പൂജയ്ക്കുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചു. അവർ ഓരോ പൂക്കളായി എണ്ണി എണ്ണി ഈശ്വരപാദത്തിൽ അർപ്പിച്ചു തുടങ്ങി. പെട്ടെന്ന് ഒരു പൂ താഴെ തറയിൽ വീണു. പെട്ടെന്ന് എല്ലാ പൂക്കളിൽ നിന്നുമായി 36 കന്യകമാർ പ്രത്യക്ഷപ്പെട്ടു. എല്ലാവരും നല്ല ആടയാഭരണങ്ങൾ ധരിച്ച സുന്ദരികളായിരുന്നു. നിങ്ങളൊക്കെ ആരാണ്? അമ്മേ, നിങ്ങൾക്ക് ഞങ്ങളെ മനസ്സിലായില്ലേ? ഞങ്ങൾ നിങ്ങളുടെ മരുമക്കളാകാൻ വന്ന 36 യുവതികളാണ്. അയ്യോ, എന്താണീ സംഭവിച്ചതെന്റെ കൃഷ്ണ? ഞാൻ 36 ഗുണങ്ങളുള്ള ഒരേ ഒരു മരുമകളെയല്ലേ ചോദിച്ചത്? ഇതിപ്പോ 36 മരുമക്കളാണല്ലോ എന്റെ മുന്നിൽ നിൽക്കുന്നത്. അമ്മേ, ഞാൻ അമ്മയ്ക്ക് നല്ല ചൂടുള്ള ചായ ഉണ്ടാക്കി കൊണ്ടുവരാം. ചായ അവിടെ ഇരിക്കട്ടെ, ഞാൻ അമ്മയ്ക്ക് നല്ല ശീതളപാനീയം കൊണ്ടുകൊടുക്കാം. നിങ്ങൾ രണ്ടുപേരും മിണ്ടാതിരിക്കെ. അമ്മയ്ക്ക് എന്റെ കൈകൊണ്ടുണ്ടാക്കിയ നല്ല മധുരമുള്ള പായസമായിരിക്കും ഉണ്ടായിരിക്കുക, അല്ലേ അമ്മേ? ഒരിക്കലുമല്ല. ആദ്യം അമ്മ ഞാൻ ഉണ്ടാക്കുന്ന നല്ല കറി കൂട്ടിയുള്ള ഭക്ഷണം കഴിക്കട്ടെ. ഒരു പൂ പോലും തറയിൽ വീണു പോകരുതെന്ന് ഭഗവാൻ പറഞ്ഞതായിരുന്നു. പക്ഷേ പൂവ് തറയിൽ വീണുപോയെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ടായിരിക്കും ഇങ്ങനെയൊക്കെ ആയത്. അയ്യോ, ഇനിയിപ്പോ ഞാൻ എന്തു ചെയ്യും? അതോടെ വീട്ടിൽ മൊത്തം ബഹളമായി. 36 മരുമക്കളും അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ തുടങ്ങി. സാവധാനം 36 പേരും പരസ്പരം വഴക്കും ആരംഭിച്ചു. നോക്കൂ, നിങ്ങൾ ഈ വെളുത്ത കുപ്പായം ഇട്ടാ മതി.
വേണ്ട, നിങ്ങൾ നീല കുപ്പായ ഇട്ടാ മതി. അതെന്തിനു കൊള്ളാം, നിങ്ങൾ റോസ് ഇട്ടാ മതി. ഇല്ല, വെള്ള മതി. ഇല്ല, കറുപ്പ് മതിയാവും. ഇങ്ങനെ മരുമക്കൾ തമ്മിൽ വഴക്ക് തുടങ്ങി. വിക്രത്തിന് ദേഷ്യം സഹിച്ചില്ല. ഞാൻ ഒരു കളറിലുമുള്ള ഷർട്ട് ധരിക്കാൻ പോകുന്നില്ല. ഞാൻ ഇങ്ങനെ തന്നെയാണ് പോകാൻ പോകുന്നത്. എന്താ, സന്തോഷായില്ലേ? എന്റെ ഷൂസ് എവിടെ? ഷൂസ് ഞാൻ ഇപ്പോൾ തന്നെ പോളിഷ് ചെയ്ത് കൊണ്ടുവരാം. നീ പോണമെന്നില്ല, ഞാൻ പോളിഷ് ചെയ്ത് കൊണ്ടുവരാം. നിങ്ങളൊക്കെ എന്തിനാ പോകുന്നത്? ഷൂ പോളിഷ് ചെയ്ത് ഞാൻ തന്നെ കൊണ്ടുവരാം. വീണ്ടും മരുമക്കൾ തമ്മിൽ വഴക്കാരംഭിച്ചു. ദേഷ്യം വന്ന വിക്രം പുറത്തേക്ക് പോയി. ഇവിടെ ഇങ്ങനെയൊക്കെയാണെങ്കിൽ ഞാൻ ഇവിടം വിട്ട് പോകും അമ്മേ. വിക്രം ദേഷ്യത്തോടെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി. എല്ലാം കേട്ട് ഷീലാദേവി തലയിൽ കൈവച്ച് ഇരുന്നുപോയി. അമ്മേ, ഞാൻ അമ്മയുടെ തല തടവി തരണോ? ഒരു കാര്യം ചെയ്യേ, നിങ്ങൾ എല്ലാവരും കൂടി എന്റെ കഴുത്ത് മുറുക്കിത്തരൂ. എന്റെ ബുദ്ധി മരവിച്ചതുകൊണ്ടാണല്ലോ ഞാൻ ഭഗവാനോട് ഇത്രയും മരുമക്കളെ ചോദിച്ചത്. എന്റെ ഭഗവാനെ, എനിക്ക് ഇത്രയും മരുമക്കളെ വേണ്ട. അങ്ങ് പറഞ്ഞതുപോലെ എന്റെ മകന് ജാതകത്തിൽ പറഞ്ഞിട്ടുള്ള സുന്ദരിയും സുശീലയുമായ ആ പെൺകുട്ടി മാത്രം മതി. ഷീലാദേവിയുടെ വിളി കേട്ട് ശ്രീകൃഷ്ണൻ വീണ്ടും പ്രത്യക്ഷപ്പെട്ടു. ഷീല, നിന്റെ മേലുള്ള പരീക്ഷണം പൂർത്തിയായി. നിന്റെ തെറ്റ് നീ മനസ്സിലാക്കിയിരിക്കുന്നു. ഗുണങ്ങളുടെ പൊരുത്തത്തിലല്ല കാര്യം, അതുപോലെ പൊരുത്തങ്ങളുടെ എണ്ണവും. ഭാര്യാഭർത്തൃ ജീവിതത്തിൽ ഒരു പൊരുത്തം മതി, 36ന്റെ ആവശ്യമില്ല. സ്വന്തം തെറ്റ് മനസ്സിലാക്കൂ. എന്നിട്ട് മകന്റെ വിവാഹം നല്ലൊരു കുട്ടിയുമായി നടത്തൂ. എന്റെ അനുഗ്രഹം എന്നും നിന്റെ ഈ കുടുംബത്തോടൊപ്പമുണ്ടാകും. അപ്പോഴേക്കും തന്റെ തെറ്റ് തിരുത്തണമെന്ന് ഷീലാദേവി തീരുമാനിച്ചു കഴിഞ്ഞിരുന്നു. ഷീല, ഇതാ 34 ഗുണങ്ങളുള്ള പെൺകുട്ടിയുടേതാണ്. വേറെ ഗുണങ്ങളും ഞാൻ അറിഞ്ഞിട്ടുണ്ട്. കുട്ടി നല്ല മിടുക്കിയും സംസ്കാര സമ്പന്നയുമാണ്. എല്ലാവരോടും സ്നേഹവും ബഹുമാനവുമാണ്. പണിക്കരെ, ഞങ്ങൾക്കിനി വേറൊന്നും നോക്കാനില്ല. ഈ ബന്ധം ഞങ്ങൾക്ക് സമ്മതമാണ്. ജാതക പൊരുത്തങ്ങളുടെ ചേർച്ച കൊണ്ടല്ല, മറിച്ച് മനസ്സുകളുടെ പൊരുത്തം കൊണ്ടും നല്ല സ്വഭാവം കൊണ്ടുമാണ് ഒരു വീട്ടിൽ സന്തോഷവും ഐശ്വര്യവും ഉണ്ടാവുന്നതെന്ന് ഷീല മനസ്സിലാക്കിയിരുന്നു. അങ്ങനെ വിക്രത്തിന്റെ വിവാഹം സുന്ദരിയായ സുമനുമായി നടന്നു. അങ്ങനെ വീട്ടിൽ പുതിയ വെളിച്ചം വന്നു. ഷീലാദേവി വളരെ സ്നേഹത്തോടെ തന്റെ പുത്രവധുവായ സുമനെ വീട്ടിലേക്ക് സ്വീകരിച്ചാനയിച്ചു. അഞ്ജു അച്ഛനും അമ്മയും അനിയനോടുമൊപ്പം ബിജിനോറിൽ താമസിച്ചിരുന്നു. അഞ്ജുവിന് ചെറുപ്പം മുതലേ തുണി തയ്ക്കാൻ വളരെ ഇഷ്ടമായിരുന്നു. ശാസ്ത്രമേളയിൽ 10ാം ക്ലാസ്സിൽ വെച്ച് അവൾ തയ്യലിൽ 1ാം സ്ഥാനത്തെത്തിയിരുന്നു. അതവൾ അമ്മ സുലോചനയോടും പറഞ്ഞു. അമ്മേ, ഇത് കണ്ടോ, ഞാൻ ശാസ്ത്രമേളയിൽ 1ാം സ്ഥാനത്തെത്തിയിരിക്കുന്നു. മാഡം പറഞ്ഞത് ഞാൻ നന്നായിട്ട് ഫ്രോക്ക് ഉണ്ടാക്കിയെന്നാ. ആഹാ, ഈ ഫ്രോക്ക് സത്യത്തിൽ നന്നായിട്ടുണ്ട്. സ്കൂൾ പഠനം കഴിഞ്ഞപ്പോൾ അഞ്ജു ഒരു ദിവസം അമ്മയോട് പറഞ്ഞു. അമ്മേ, ഞാൻ കോളേജിൽ പഠിക്കുന്നതിനോടൊപ്പം തയ്യലും പഠിച്ചോട്ടെ. എന്റെ കൂട്ടുകാരി പ്രിയങ്കയുടെ അടുത്തൊരു ബുട്ടിക്കുണ്ട്. മാസം വെറും 800 രൂപയ്ക്ക് തയ്യൽ പഠിപ്പിക്കും. 6 മാസത്തെ കോഴ്സാ. എന്നെ വിടാമോ അമ്മേ? മോളെ, എന്നാൽ നിന്റെ അച്ഛൻ സമ്മതിക്കില്ല. അദ്ദേഹം പറയുന്നത് നിന്റെയും അമിത്തിന്റെയും സ്കൂൾ ഫീസും കോളേജ് ഫീസും കൂടുതലെന്നാ. സമ്മതിക്കില്ല. അമ്മേ, പൈസ ഞാൻ ഉണ്ടാക്കിക്കൊള്ളാം. അമ്മ വിടാമെന്ന് മാത്രം പറ പ്ലീസ്. ശരി, എന്നാൽ പഠിക്ക്. അഞ്ജു അവളുടെ പോക്കറ്റ് മണി കൂട്ടിവെച്ച് അവൾ പണമുണ്ടാക്കി. അവൾ അവളുടെ എല്ലാ കടവും അടച്ചു. പൈസയുണ്ടാക്കി അവൾ 6 മാസം വരെ ബുട്ടിക്കിലെ തയ്യൽ കോഴ്സ് പഠിച്ചു. ഇപ്പോൾ അഞ്ജു വീട്ടിലിരുന്ന് തയ്യൽ ജോലി ചെയ്യാനും തുടങ്ങി. ഇതാ അമിത്, നിനക്ക് ഞാനൊരു ഷർട്ട് തയ്ച്ചു. എങ്ങനെയുണ്ട്? ചേച്ചി, ഇത് നല്ല ഷർട്ടാ. വാവ്, ചേച്ചി ഒരു തയ്യൽക്കാരിയായി. നാളുകൾക്ക് ശേഷം സൗരവ് എന്നൊരു പയ്യന്റെ വിവാഹാലോചന അഞ്ജുവിന് വന്നു. സൗരവിന് അമ്മ പ്രേമ മാത്രമേ ഉള്ളൂ. അവൻ ഒരു പ്രൈവറ്റ് കമ്പനിയിൽ ജോലി നോക്കിയിരുന്നു. അഞ്ജുവിന്റെ കല്യാണം സൗരവിനോടൊപ്പം നടന്നു. കല്യാണത്തിനു ശേഷം അവർക്ക് ഒരു കുഞ്ഞുവാവയും ജനിച്ചു. ഒരു ദിവസം, അഞ്ജുമോളെ, നീ ഇപ്പോൾ ഗർഭിണിയാ. ഒരുപാട് ജോലി ചെയ്യാതെ ഞാൻ പറയുന്നത് കേൾക്ക്. അമ്മേ, ഇന്ന് വെള്ളം വന്നില്ല. അതുകൊണ്ട് ഞാൻ അപ്പുറത്തെ വീട്ടിൽ നിന്നാണ് വെള്ളം കൊണ്ടുവന്നത്. അഞ്ജു, അമ്മ പറയുന്നത് ശരിയാ. നീ നന്നായി ശ്രദ്ധിക്കണം. അതുപോലെ ഞാൻ 3-4 ദിവസത്തേക്ക് ജോലി ആവശ്യത്തിന് മുംബൈയിലേക്ക് പോകുക. നീ ശ്രദ്ധിക്കണം. എനിക്ക് പറ്റുമായിരുന്നെങ്കിൽ ഞാൻ നിന്റെ അടുത്തിരിക്കുമായിരുന്നു. നോക്കൂ, എന്റെ ഡെലിവറി ഡേ അടുത്തു വരികയാണ്. താങ്കൾ നീ വിഷമിക്കണ്ട അഞ്ജു, അമ്മയുണ്ട് നിന്നെ നോക്കാൻ വേണ്ടി. അച്ഛാ, എനിക്കച്ഛൻ മുംബൈയിൽ നിന്ന് എന്ത് കൊണ്ടുവരും? ഞാൻ നിനക്ക് വേണ്ടി ഒരുപാട് കഴിക്കാൻ കൊണ്ടുവരാം, കേട്ടോ? സൗരവ് ഓഫീസ് ആവശ്യത്തിനു വേണ്ടി ഫ്ലൈറ്റിൽ മുംബൈയിലേക്ക് പോയി. യാത്രയിൽ സൗരവിന്റെ ഫ്ലൈറ്റ് ക്രാഷായി. അതിൽ സൗരവിനോടൊപ്പം ഒരുപാട് പേരും മരിച്ചു. മറുവശത്ത്, സുമിത്, ആദ്യം നീ ഹോംവർക്ക് ചെയ്, എന്നിട്ട് TV കാണാം. അമ്മേ, ഞാൻ കുറച്ചു നേരം കൂടി കാർട്ടൂൺ കണ്ടോട്ടെ. ഇപ്പോൾ കിട്ടിയ വാർത്തയാണ്, മുംബൈയിൽ പോകുന്ന പ്ലെയിൻ പോകുന്ന വഴിയിൽ ക്രാഷായി ഒരുപാട് വ്യക്തികളും മരിച്ചിരിക്കുന്നു. പ്ലെയിൻ ക്രാഷിൽ സൗരവിന്റെ മരണം സംഭവിച്ചു. അഞ്ജുവിന്റെ ജീവിതത്തിൽ ഇപ്പോൾ ദുഃഖം കടന്നുകയറി.
വൃദ്ധയായ അമ്മായിയമ്മ, മകൻ, പിന്നെ ഇതുവരെ ഈ ലോകത്ത് കാല് വയ്ക്കാത്ത ഒരാളും. ഇതെങ്ങനെ സംഭവിച്ചു? ദൈവമേ, എൻ്റെ മകൻ! ഇത് സംഭവിക്കരുതായിരുന്നു. എൻ്റെ സൗരവന് ഇത് സംഭവിക്കരുതായിരുന്നു. അമ്മേ, സൗരവ് നമ്മളെല്ലാം വിട്ടു പോയി അമ്മേ. അഞ്ജു സുമിത്തിന്റെ കൈകൊണ്ട് സൗരവിന്റെ അന്ത്യകർമ്മങ്ങൾ ചെയ്തു. ദിവസങ്ങൾക്ക് ശേഷം അഞ്ജുവിനൊരു മകളും ജനിച്ചു. അഞ്ജുവിനിപ്പോൾ 3 ഉത്തരവാദിത്വമായി. അമ്മേ, ഞാൻ എന്തു ചെയ്യും? സൗരവിന്റെ മരണം കാരണം ഞാൻ തകർന്നു. സുമിത് ദിവസവും അച്ഛ അച്ഛ എന്ന് വിളിച്ച് കരയുന്നു. അഞ്ജു, കുറച്ച് പൈസ ഞാൻ അമിതിന് കൊടുത്തോട്ടെ? വേണ്ടമ്മേ, അച്ഛൻ ഒന്നാമത് കഷ്ടപ്പെടുക. വീട്ടിലെ ചിലവ്, അമിതിനെ പഠിപ്പിക്കാനുള്ള ചിലവ്. പ്ലീസ്, അച്ഛനെ ബുദ്ധിമുട്ടിക്കണ്ട. അഞ്ജു, നീ എന്റെ ധൈര്യശാലി മോളല്ലേ? എല്ലാം ശരിയാകും മോളെ, ധൈര്യമായിട്ടിരിക്കെ. അഞ്ജു ഇപ്പോൾ ഒരുപാട് വിഷമത്തിലാണ്. പൈസയുടെ അഭാവം കാരണം അഞ്ജുവിന്റെ കയ്യിലുണ്ടായിരുന്ന പണവും കുറച്ചായി കുറയാനും തുടങ്ങി. ഒന്നാമത് തന്റെ അച്ഛന്റെ തലയിൽ കുടുംബത്തിന്റെ ഭാരമുണ്ട്. അതുകൊണ്ട് അഞ്ജുവിന് തന്റെ പ്രശ്നങ്ങൾ അച്ഛനോട് പറയാനേ തോന്നിയില്ല. അമ്മേ, പണ്ടത്തെ പോലെ അമ്മ എനിക്ക് ഐസ്ക്രീമും പിസയും വാങ്ങിത്തരാൻ മാളിലേക്ക് കൊണ്ടുപോകില്ലേ? എനിക്ക് ചോറ് മാത്രം കഴിക്കാൻ വയ്യ. സുമിത് മോനെ, കുറച്ച് കഴിക്ക്. ഞാൻ നിന്റെ പിറന്നാളിന് നിനക്ക് ഇഷ്ടപ്പെട്ടതെല്ലാം ഉണ്ടാക്കിത്തരാം. പ്രോമിസ്. അഞ്ജു മോളെ, ഇന്ന് നീ സുമിത്തിനോട് പറഞ്ഞത് തെറ്റാണ്. നീ അവന്റെ ആഗ്രഹങ്ങൾ എങ്ങനെ സാധിപ്പിക്കും? അഞ്ജു ദുഃഖിക്കാൻ തുടങ്ങിയപ്പോൾ കുഞ്ഞ് കരയാനും തുടങ്ങി. അമ്മേ, കുഞ്ഞിനെ ഒന്ന് നന്നായി നോക്കണേ. ഞാനിവൾക്ക് ചന്തയിൽ നിന്ന് പാല് വാങ്ങിക്കൊണ്ടുവരാം. അഞ്ജു പാല് വാങ്ങിക്കാൻ പോയപ്പോൾ പെട്ടെന്ന് അവിടെ ഒരാൾ വന്നു. നമസ്കാരം മാഡം, എന്റെ പേര് അവിനാഷ് എന്നാണ്. വരൂ, നമസ്കാരം. എന്താണ് കാര്യം? കഴിഞ്ഞ 3 മാസമായി നിങ്ങളുടെ ഫ്ലാറ്റിന്റെ വാടക കിട്ടിയിട്ടില്ല. ഞാനത് നേരിട്ട് വാങ്ങാൻ വന്നതാണ്. 60,000 രൂപ 3 മാസത്തെ വാടക. 1 മാസത്തെ വാടക 20,000 വെച്ച്. അവിനാഷ്, എനിക്ക് കുറച്ച് സമയം തരൂ, ഞാൻ വാടക തരാം. നോക്കൂ മാഡം, ഞാൻ കഴിഞ്ഞ 3 മാസങ്ങളായി ഒന്നും പറഞ്ഞിട്ടില്ല. നിങ്ങളെന്റെ പൈസ തരൂ. പിന്നെ ഇത്രയും നല്ല ഫ്ലാറ്റിൽ താമസിക്കാൻ താല്പര്യമില്ലെങ്കിൽ ഫ്ലാറ്റ് ഒഴിഞ്ഞു തരൂ. എന്റെ അടുത്ത് ഒരുപാട് പേർ വരുന്നുണ്ട്. നല്ല വാടക തരാനും അവർ തയ്യാറാണ്. അഞ്ജു തന്റെ സ്വർണ്ണ താലിമാല വിറ്റ് അവിനാഷിന്റെ ഫ്ളാറ്റ് വാടക കൊടുത്തു. പിന്നെ ഫ്ളാറ്റ് ഒഴിഞ്ഞും കൊടുത്തു. അഞ്ജു മക്കളെയും അമ്മായിയമ്മയും കൊണ്ട് ഡൽഹിയിലേക്ക് പോയി. അവിടെ ഒരു തെരുവിൽ അവൾക്ക് 1500 രൂപ വാടകയ്ക്കൊരു വീടും കിട്ടി. അമ്മേ, ഞാൻ അയൽവക്കത്തുള്ള ആരോടെങ്കിലും വെള്ളം ചോദിച്ചിട്ട് വരാം. എന്റെ അനിയ 700 രൂപ തരാൻ പറ്റുമെങ്കിൽ താ. അത്ര പഴയ മെഷീനൊന്നുമല്ല എന്റേത്. നിന്റെ പ്രായത്തിലുള്ളവർക്ക് അത് പഴമയുള്ളതായി തോന്നും. എന്നാൽ എന്റെ പ്രായത്തിലുള്ളവർക്ക് അത് ഇപ്പോഴും പുതിയതാ. ചുമ്മാതെ ഇരിക്കമ്മേ, എനിക്കങ്ങനെ തോന്നുന്നില്ല. 500 രൂപ തന്നെ ഇതിന് അധികമാണ്. ഇതൊരു പഴയ തല്ലിപ്പൊളി മെഷീനല്ലേ? നീ എടുക്കണ്ട, ഞാൻ വിൽക്കുന്നുമില്ല. ആ സ്ത്രീ തന്റെ തയ്യൽ മെഷീൻ തിരിച്ചു വാങ്ങിച്ചപ്പോൾ പെട്ടെന്ന്, അമ്മേ, അമ്മ ഈ തയ്യൽ മെഷീൻ എനിക്ക് തരാമോ? ഞാൻ നിങ്ങൾക്ക് 700 രൂപ തരാം. മോളെ, ഞാനിവിടെ കണ്ടിട്ടില്ലല്ലോ. നിങ്ങൾ ഇവിടെ പുതിയതായി വന്നതാണോ? അതെ അമ്മേ, എന്റെ പേര് അഞ്ജു എന്നാ. ഞങ്ങളിവിടെ 2 ദിവസത്തിനു മുൻപാണ് ഡൽഹിയിൽ വന്നത്. ഓ, ശരി ശരി. എന്റെ പേര് സുശീല എന്നാ. നീ ഈ മെഷീൻ വാങ്ങുമെങ്കിൽ ശരി. നിനക്ക് എന്തോ വിഷമമുണ്ടെന്ന് തോന്നുന്നു. സുശീല അഞ്ജുവിന്റെ അയൽവാസിയാണ്. അഞ്ജു തന്റെ ദുഃഖകഥകൾ അവരോട് പറഞ്ഞു. സുശീല ചോദിച്ചപ്പോൾ അവൾ എല്ലാം പറഞ്ഞു. അവളുടെ ദുഃഖകഥകൾ കേട്ടപ്പോൾ സുശീലയുടെ കണ്ണും നിറഞ്ഞു. മോള് കരയണ്ട അഞ്ജു, ഒരു കാര്യം ചെയ്. നീ ഈ മെഷീൻ കൊണ്ടുപോ. നീ പോയി നിന്റെ തയ്യൽ ജോലി തുടങ്ങ്. ഞാൻ പിന്നെ എപ്പോഴെങ്കിലും മെഷീൻ വിറ്റോളാം. നിനക്കൊരു ജോലിയായാൽ അതിന് വലിയ പാടില്ലല്ലോ. താങ്കളോട് ഒരുപാട് നന്ദിയുണ്ടമ്മേ. സുശീല നല്ല മനസ്സുള്ള സ്ത്രീയാണ്. അഞ്ജു എല്ലാ കാര്യവും അമ്മായിയമ്മയോടും പറഞ്ഞു. 2 ദിവസം കഴിഞ്ഞ്, മോളെ, അഞ്ജു മോളെ, നീ എവിടെയാ? അമ്മേ, നിങ്ങളോ? അമ്മേ, ഇത് സുശീല അമ്മ. അഞ്ജു, ഇതെന്റെ അനിയത്തിയാ, നിന്നെ കാണാൻ വന്നതാ. അവൾ സാരിയുടെ ബ്ലൗസ് തയ്ക്കാൻ ഒരുപാട് തയ്യൽക്കാരെ നോക്കി. രാത്രി ഒരു കല്യാണത്തിന് പോകണം. വൈകുന്നേരത്തിന് മുൻപ് നീ ബ്ലൗസ് തയ്ച്ച് തരാമോ? ഉറപ്പായും അമ്മേ, ഉച്ചകഴിഞ്ഞ് ഞാനിതിന്റെ പണികളെല്ലാം തുടങ്ങിക്കൊള്ളാം. നിങ്ങൾക്ക് ഫിറ്റിങ്ങും ചെക്ക് ചെയ്യാം. അഞ്ജു ഉച്ചയ്ക്ക് ശേഷം ബ്ലൗസ് തയ്ക്കാനുള്ള പണികളും തുടങ്ങി. അമ്മേ, ഒരു വട്ടം അനിയത്തിയോട് ഫിറ്റിംഗ് ചെക്ക് ചെയ്യാൻ പറയാമോ? അഞ്ജു, എന്റെ അനിയത്തിക്ക് നീയുണ്ടാക്കിയ ബ്ലൗസിന്റെ ഫിറ്റിംഗ് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഫിറ്റിംഗ് കണ്ട് അവൾ ഒരുപാട് സന്തോഷിച്ചു. പിന്നെ ഇതും പറഞ്ഞു, എന്റെ തയ്യൽക്കാരിക്ക് എത്ര രൂപ വേണമെങ്കിലും കൊടുത്തേക്കാൻ. അമ്മേ, അമ്മ എനിക്ക് വേണ്ടി എന്തൊക്കെ ചെയ്തു. ഞാൻ അമ്മയോട് എങ്ങനെ പണം ചോദിക്കും? ഇല്ല അഞ്ജു മോളെ, നീ നന്നായി അധ്വാനിച്ചതാ. ഇതാ ഈ 200 രൂപ പിടിക്ക്, തയ്ച്ചു കൊടുത്തേന്. അഞ്ജു, സുശീല ചേച്ചി വളരെ നല്ല സ്ത്രീയാണ്.
പതുക്കെ പതുക്കെ സുശീല പല സ്ത്രീകളെയും അഞ്ജുവിന്റെ അടുത്ത് കൂട്ടിക്കൊണ്ടുവന്നു. ഇപ്പോൾ അയൽവാസിയായ എല്ലാ സ്ത്രീകളും അഞ്ജുവിനാണ് തയ്ക്കാൻ കൊടുക്കുന്നത്. പതുക്കെ പതുക്കെ അഞ്ജു തയ്യൽ ജോലിയിലേക്ക് ഇറങ്ങി. സുശീലയും ദൈവത്തെ പോലെ അഞ്ജുവിനെ സഹായിച്ചുകൊണ്ടേയിരുന്നു. അമ്മേ, ദൈവത്തിന്റെ കൃപ കൊണ്ടും സുശീലാമ്മയുടെ സഹായം കൊണ്ടും എനിക്കിപ്പോൾ ജീവിക്കാനുള്ളത് കിട്ടുന്നുണ്ട്. എനിക്ക് സുമിത്തിനെ ഏതെങ്കിലും ഒരു സ്കൂളിൽ ചേർക്കണം. ശരി മോളെ, സൗരവ് പോയതിനു ശേഷം മോള് എത്ര കഷ്ടപ്പെട്ടാണ് ഞങ്ങളെ നോക്കുന്നത്. നീ വളരെ ധൈര്യശാലിയാണ് എന്റെ മോളെ. അഞ്ജു സുമിത്തിനെ നല്ലൊരു സ്കൂളിൽ വിട്ട് പഠിപ്പിക്കാൻ തുടങ്ങി. ഇപ്പോൾ അഞ്ജു ദിവസവും തയ്യൽ ജോലി ചെയ്ത് കൂടെ തന്റെ അമ്മായിയമ്മയും മക്കളെയും നല്ലതുപോലെ നോക്കാൻ തുടങ്ങി. ജീവിതത്തിലെ വഴിത്തിരിവ് കാരണം അഞ്ജു പൂർണ്ണമായും തകർന്നതാണ്. എന്നാൽ ആ സ്ത്രീയെ കണ്ടുമുട്ടിയപ്പോൾ അഞ്ജു സ്വയം ജോലി ചെയ്ത് കുടുംബത്തെ സംരക്ഷിക്കുന്നു. പിന്നെ കഠിനാധ്വാനം കൊണ്ട് അവൾ ജോലി ചെയ്ത് തന്റെ കുടുംബത്തെയും നോക്കി. Thanks for watching.